ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിവിടെ വണ്ടിയുടെ ഒരു മിററിൻ്റെ ഒരു കാര്യം പറയാനാണ്. മിററിന് വെച്ചാൽ നമ്മൾ അടച്ചിട്ട് വണ്ടി നമ്മൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ വാഹനം നിർത്തി നമ്മൾ ഇറങ്ങിപ്പോലെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മൾ സൈഡ് മിറർ ചിലരിങ്ങനെ കൈകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാറുണ്ട്, കൈകൊണ്ട് മടക്കി വയ്ക്കാറുണ്ട്. അതുപോലെ തിരിച്ച് വന്നു കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ പിടിച്ച് പുറത്തേക്ക് തിരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കുറേ മിററുണ്ട്. ഇപ്പോൾ ഒരു വാഹനത്തിൽ മിക്കവാറും തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത വാഹനങ്ങളാണ്. അപ്പോൾ ഈ മിറർ നമ്മൾ ശരിക്കും അതൊരു സ്വിച്ച് ഉണ്ട്, ആ ഡോറിൻ്റെ അവിടെ തന്നെ ആയിരിക്കും സൈഡിൽ ഡാഷിൻ്റെ അവിടെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിലാണ് ആ മിറർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിററിൻ്റെ കാര്യം പറയാനാണ്. അപ്പോൾ ആ മിറർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ നോക്കാം, ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് പുറത്തെ മിറർ, നമ്മുടെ പുറത്തുള്ള മിററാണ് കാണുന്നത്. രണ്ട് സൈഡിലുണ്ട്, അതുപോലെ വാഹനത്തിൻ്റെ രണ്ട് സൈഡിലുണ്ട്, രണ്ട് സൈഡിലും അങ്ങനത്തെ ഒരു മിറർ ഉണ്ട്. കണ്ടോ, ആ സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഡോർ പാഡിൻ്റെ ഇവിടെ വരുന്നതാണ് സ്വിച്ച്. ഇതുണ്ട്, ഈ കാണുന്ന സ്വിച്ചാണ് ഇത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, റൈറ്റ് ലെഫ്റ്റ് മിറർ ഇങ്ങനെ നമുക്ക് അതായത് വാഹനമാക്കിയിട്ട് വരുന്ന വാഹനം കാണാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന മിററാണ്. ഈ മിററിൻ്റെ സ്വിച്ചാണ് ഇത് കാണുന്നത്. ഈ തൊട്ട് മേളിൽ കാണുന്ന ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ കാണുന്നത് ഈ സ്വിച്ച്. ഇത് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ ഇത് കണ്ടോ, ഇതിൽ നമ്മളിപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാൻ പോകണേ. അപ്പോൾ ഈ മിറർ കണ്ടോ കണ്ടോ, അകത്തേക്ക് ഫോൾഡ് ഡൗൺ ഉണ്ടോ, ഇതിങ്ങനെ അകത്തേക്ക് ഫോൾഡ് ആവും. ഇതുപോലെ തന്നെ ഇത് വീണ്ടും നമുക്കിത് പുറത്തേക്ക് ആവണമെങ്കിൽ നമ്മളിത് ഈ സ്വിച്ചിൽ തന്നെ ഇങ്ങനെ ഞെക്കണം. ഇഗ്നിഷൻ ഓൺ ചെയ്യണോട്ടോ, ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഞെക്കി കഴിയുമ്പോൾ അത് പുറത്തേക്ക് ആവും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്വിച്ച് സിസ്റ്റം. ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ വാഹനം എവിടെയും കൊണ്ട് നിർത്തിയിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങി നമ്മൾ കൈ കൊണ്ട് മടക്കി വയ്ക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ വന്നിട്ട് മുഖം നോക്കാനായിട്ട് ഒന്ന് നിവൃത്തി വെക്കും. പക്ഷെ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്ത് അങ്ങനെ ചെയ്താൽ പിന്നെ ഇതിങ്ങനെ ഫോൾഡ് ആവില്ല. ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിങ്ങനെ കമ്പനി സാധനം ഇങ്ങനെ പറഞ്ഞാണ്, ഇത് ഒറിജിനൽ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മിററുകളൊന്നും ഇനി വരുന്ന വാഹനമുള്ള മിററുകളൊന്നും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അകത്തേക്ക് നമ്മൾ കൈകൊണ്ട് തിരിക്കരുത്. ഇതിങ്ങനെ അകത്തേക്ക് സ്വിച്ച് തന്നെ വർക്ക് ചെയ്യുക. ഉണ്ടാവും, സ്വിച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് അകത്തേക്ക് മടങ്ങി ഫോൾഡായി മടങ്ങിയിരിക്കും. ഇപ്പോൾ കണ്ടുള്ള മിറർ എങ്ങനെ വർക്ക് ചെയ്യണത്, അതെങ്ങനെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ആ മിറർ നമ്മൾ അകത്തേക്ക് കൈ കൊണ്ട് പിടിച്ച് അകത്തേക്ക് മടക്കാനോ പുറത്തേക്ക് തിരിക്കാനോ ഒരിക്കലും പാടില്ല. അങ്ങനെ തിരിച്ച് അതിൻ്റെ അടുത്തുള്ള ഒരു സ്പ്രിങ്ങിലാണ് അത് വർക്ക് ചെയ്യുന്നത്, സ്പ്രിങ്ങും ഇതിലേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയില്ല, ഒടിഞ്ഞാൽ പിന്നെ മിറർ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് നല്ല വിലയുണ്ട്, അത്യാവശ്യം നല്ല വിലയുള്ള മിററാണത്. അപ്പോൾ ഒരു കാരണവശാലും ഇതിങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ നല്ലൊരു വില കൊടുക്കേണ്ടി വരും നമ്മളിത് മാറ്റി വെക്കണമെങ്കിൽ. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.